സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ വില കുറഞ്ഞ രീതിയിലുള്ള വെല്ലുവിളി നടത്തി പ്രകോപനകരമായ രീതിയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് ജനറലായ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഭാരതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അശ്ലീല ചുവയുള്ളതും പ്രകോപനകരവുമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം തിരികെ നൽകാമെന്ന പ്രയോഗമാണിപ്പോൾ ചൗധരി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വീണ്ടും പാകിസ്ഥാന്റെ സംസ്കാരം എന്തെന്ന് ലോകത്തിന് മുന്നിൽ വെളിവാക്കുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര കലഹങ്ങളും സാമ്പത്തിക തകർച്ചയിലും ഉഴലുന്ന പാകിസ്ഥാൻ സ്വന്തം ജനത അനുഭവിക്കുന്ന കഷ്ടതകൾ അവിടെ ഒന്നും തന്നെ അതിനെക്കുറിച്ച് ആകുലതപ്പെടാതെ തന്നെ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള കരുക്കൾ നീക്കുകയും അതിനുള്ള കുറുക്ക് വഴികൾ തപ്പുകയുമാണ് ഇവർ ചെയ്യുന്നത്. അതിനാൽ തന്നെ വീണ്ടും വീണ്ടും ഇന്ത്യ വലിയ രീതിയിൽ കരുത്തരാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമായി തന്നെ പാകിസ്ഥാൻ ഇതിലൂടെ തന്നെ വഴിയൊരുക്കുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ അല്ലെങ്കിൽ വാസ്തവമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. വാർത്താ സമ്മേളനത്തിനിടെ തന്നെ സൈനിക ഉദ്യോഗസ്ഥന് ചേരാത്ത വിധം മോശം ഭാഷയിലാണ് ഇയാൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. മാസാന കരയാതോ പൈസ വാപ്പസ്, അതായത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പണം തിരികെ നൽകാം എന്ന ഒരു പ്രയോഗമാണ് ഇവിടെ ഇന്ത്യക്കെതിരെ തന്നെ നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായും ഭാരതവുമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ നേരിടുന്ന ഭീകരാക്രമണങ്ങളെ ന്യായീകരിക്കുകയാണ് ചൗധരി ഇവിടെ ശ്രമം നടത്തുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഒരു പ്രോക്സിയായി തന്നെ ഉപയോഗിക്കുകയാണ് എന്നത് പതിവ് നുണ ഇയാൾ ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. 2026 എങ്ങനെയുള്ള വർഷമായിരിക്കുമെന്നത് നമ്മുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. ഭാരതം നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അംഗീകരിക്കില്ല. അവർ ശത്രുവിനെ മിത്രമായി കാണുന്നു. ഭാരതം എവിടെ നിന്ന് വന്നാലും ഒറ്റയ്ക്കായാലും മറ്റാരോടൊപ്പമായാൽ പോലും ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി ഇവിടെ പറയുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് ആകട്ടെ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സൈനിക മേധാവിയുടെ ഈ ഒരു തരംതാണ പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രകോപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ചൗധരിയുടെ മറ്റൊരു മോശം പെരുമാറ്റവും ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം നടത്തിയ മറ്റൊരു വാർത്താ സമ്മേളനത്തിനിടെ തന്നെ മാധ്യമ പ്രവർത്തകയെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിക്കുകയും അത് വലിയൊരു പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടയിലായിരുന്നു ഇത്തരമൊരു അശ്ലീലമായ ചേഷ്ട കാണിച്ചിരിക്കുന്നത്. ഇമ്രാൻഖാൻ ഒരു മാനസിക രോഗിയാണ് എന്ന് പരിഹസിച്ചതിനു ശേഷമായിരുന്നു ഈ പെരുമാറ്റം. മാത്രമല്ല, ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിലപാടാകട്ടെ അല്ലെങ്കിൽ ഇത്തരമൊരു നടപടിയാകട്ടെ പാക് സൈന്യത്തിനുള്ള അവരുടെ സംസ്കാരം അതിൻ്റെ ഒരു നിലവാരമില്ലായ്മ തന്നെയാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. പാകിസ്ഥാന്റെ ഇത്തരം തരംതാണ ഭീഷണികളോട് പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എങ്കിലും അതിർത്തിയിൽ അതീവ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. സ്വന്തം നാട്ടിലെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ കഴിയാത്ത പാക് സൈന്യം ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നതാണിപ്പോൾ പ്രതിരോധ വിദഗ്ധർ ഇതിനായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.